കണ്ണൂർ മണ്ഡലത്തിലെ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ വൻ വികസനത്തിന് കളമൊരുക്കുമെന്ന ഉറപ്പാണ് LDF സ്ഥാനാർത്ഥി MP ജയരാജൻ ഞാൻ സ്ഥാനാർത്ഥിയിൽ വ്യക്തമാക്കുന്നത്. മണ്ഡലത്തിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും പൊതുപ്രവർത്തന രംഗത്തു നിന്നുള്ള അനുഭവ സമ്പത്ത് ഏറെ ഗുണം ചെയ്യുമെന്നും MP ജയരാജൻ വ്യക്തമാക്കി. കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MP ജയരാജൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ അന്ന് തന്നെ മണ്ഡലത്തിൽ പര്യടനം നടത്തി തുടങ്ങിയതാണ്. ഇപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്നു, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെത്തി വോട്ടഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി MP ജയരാജൻ അമൃത ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ നിങ്ങളുമായി സംസാരിക്കുന്നത് സമരിറ്റൻ ഹോമാണ്. ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻ്ററായി ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു മാതൃകാ സ്ഥാപനമാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മാതൃകാപരമാണ്. ഇവിടെ 36 വൃദ്ധജനങ്ങൾ സംരക്ഷിതരായി കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട് ഇതുപോലെയുള്ള സംരക്ഷണം ഒരുക്കുന്നത് വ്യാപകമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 2024 ബജറ്റിൽ LDF സർക്കാർ ഒരു വയോജന നയം പ്രഖ്യാപിച്ചുകൊണ്ട് വൃദ്ധജന സൗഹൃദ കേന്ദ്രങ്ങൾ കൂടുതൽ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇടതുപക്ഷ നയം ഒരു ബദലാണ്. കേന്ദ്ര സർക്കാർ കൃഷിക്കാരെയും തൊഴിലാളികളെയും ജനങ്ങളെയും ദുരിതത്തിലാഴ്ത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പാചകവാതകത്തിൻ്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചത്. പാചകവാതക വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനിടയാക്കും. LDF സർക്കാർ മാവേലി സ്റ്റോറിൽ വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വീണ്ടും കുറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷം സബ്സിഡി സാധനങ്ങൾ ഒരേ നിരക്കിലാണ് വിതരണം ചെയ്തു വന്നത്. അപ്പോൾ നമ്മുടെ നാട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന നാടാക്കി മാറ്റണം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാർലമെൻറ്റിൽ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. വികസനം ഏറ്റവും പ്രധാനമാണ്. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കും. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലും കൊണ്ടുവരും. വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ഒപ്പം ടൂറിസവും വിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെയുള്ള മേഖലയിലെ പുരോഗതി, കാർഷിക മേഖലയിൽ ന്യായവിള ലഭ്യമാക്കൽ, വന്യജീവികളുടെ അക്രമത്തിൽ നിന്നും കൃഷിക്കാരെയും ജനങ്ങളെയും രക്ഷിക്കാനുള്ള വിധത്തിൽ നിയമ ഭേദഗതികൾ, ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്നെ തിരഞ്ഞെടുത്ത് അയച്ചാൽ എനിക്ക് ജനങ്ങളോടൊപ്പം നിന്ന് ചെയ്യാൻ കഴിയും. തീർച്ചയായും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഞാൻ ഈ ദിവസങ്ങളിലെ സന്ദർശനത്തിനിടയിൽ ജനങ്ങളെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം അവരോട് പറയുന്നത്. അനുകൂലമായ പ്രതികരണമാണ് പൊതുവിൽ ലഭിക്കുന്നത്. കണ്ണൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഇടതുകോട്ടയാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇത് വലതു ഭാഗത്തേക്ക് ഒരുപാട് തവണ പോയിട്ടുണ്ട്. എന്തെല്ലാം അനുകൂല ഘടകങ്ങളാണ് ഇത്തവണ ഇടതുപക്ഷത്തിന് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ഉള്ളത്? 2019 സാഹചര്യമല്ല 2024. 2019 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ഫെബ്രുവരി 22 നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം ഇടതുപക്ഷം വിജയക്കൊടി പാറിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും UDF ഉണ്ടായിരുന്ന പല സീറ്റുകളും പിടിച്ചെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം വിജയിച്ചത് എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ഒന്നുകൂടി ചോദിക്കാം, കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് 3 പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഉൾപ്പെടുന്നുണ്ട്. വടകര വരുന്നുണ്ട്, കാസർഗോഡ് വരുന്നുണ്ട്, കണ്ണൂർ വരുന്നുണ്ട്. എന്തെല്ലാം പ്രത്യേകതകളാണ് കണ്ണൂർ നിയോജക മണ്ഡലത്തിന് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്? അല്ല, കണ്ണൂർ നിയോജക മണ്ഡലം മറ്റ് 2 മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്താൽ
ഒരുപാട് സാമ്യതകളുമുണ്ട്, സവിശേഷതകളുമുണ്ട്. മറ്റ് 2 മണ്ഡലങ്ങളും ഇടതുപക്ഷ വിജയം സുനിശ്ചിതമാണ്. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കാർഷിക വ്യാവസായിക മേഖലയിലെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നടപടികൾ LDF സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നടപടികളും സ്വീകരിക്കുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇതെല്ലാം തന്നെ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്നും കൂടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുന്നത്. ഇന്ന് പുതിയ അല്ലെങ്കിൽ അല്പസമയം മുമ്പ് പുതിയ ജില്ലാ സെക്രട്ടറി താൽക്കാലിക ചുമതല ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു പദവി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി? CPIMൻ്റെ ഒരു സംഘടനാ തീരുമാനമാണ് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഘടകത്തിൻ്റെ സെക്രട്ടറി മത്സരിക്കേണ്ടി വരികയാണെങ്കിൽ സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് ആ സഖാവ് ഒഴിയണം. അതുപ്രകാരം ഇന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയും സെക്രട്ടറിയുടെ ചുമതല TV രാജേഷിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. സെക്രട്ടറിയുടെ സംഘടനാ ചുമതലയും തെരഞ്ഞെടുപ്പിലുള്ള പ്രവർത്തനവും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കോൺഗ്രസിൻ്റെ അകത്ത് KPCC പ്രസിഡന്റ് പദവിയും MP പദവിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും. അതുപോലെയല്ല CPIMൽ പുതിയ ഒരുപാട് കേഡർമാർ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കും സംഘടനയെയും നയിക്കാൻ കഴിയും, ആർക്കും ജനങ്ങളുടെ പിന്തുണ തേടാനുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയും. അതാണ് CPIM. ഒറ്റ ചോദ്യം കൂടി. ഇപ്പം കുറച്ച് ദിവസമായി ഈ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ജനങ്ങളുടെ ഒരു? നല്ല അനുകൂലമായ പ്രതികരണമാണ് എല്ലായിടത്തും നിന്നും കാണുന്നത്. ഒരിടത്തും ഒരു നീരസവും കണ്ടിട്ടില്ല. വ്യക്തിപരമായി വളരെ അടുപ്പമുള്ളവർ പോകുന്ന പോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷക്കാലമായി കണ്ണൂരിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ബഹുജന പ്രവർത്തനമാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 വർഷം ഇരുന്നപ്പോഴും എന്നെ തേടി എത്തുന്ന ഹർജികൾ, മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഹർജികൾ, ഇതെല്ലാം തന്നെ ഓരോ ബഹുജനങ്ങളുടെയും പ്രശ്നമായി കണ്ടുകൊണ്ടാണ് ഇടപെടാറ്. അന്നും ബന്ധപ്പെട്ടവരെ വിളിക്കാനും അവരിൽ നിന്ന് വിവരങ്ങൾ അറിയാനും ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുമുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അതൊരു ജനകീയ ഇടപെടൽ തുടർച്ചയായി നടത്തുന്ന എനിക്ക് അപരിചിതമായി ഒരിടവും കാണാൻ കഴിയുന്നില്ല. ഇതുതന്നെയാണ് എൻ്റെ ശക്തിയും എനിക്കുള്ള കരുത്തും. തീർച്ചയായിട്ടും. എന്തായാലും MP ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ജനങ്ങളെ കണ്ട് തൻ്റെ സ്വാധീന മേഖലകളിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ എത്തി അദ്ദേഹം വോട്ടുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു തിരക്കിലാണ്. ജയിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള വ്യക്തമായ ധാരണയോട് കൂടി തന്നെയാണ് അദ്ദേഹം ജനങ്ങളെ സമീപിക്കുന്നതും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ സുനിൽ മണ്ടോത്തിനൊപ്പം വിക്ടർ ജോസഫ്, അമൃത ന്യൂസ്.